ട്രിപ്പ് ആൻഡ് ട്രക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ലാഡ്രം എസ്റ്റേറ്റിലേതാണ്. ലാഡ്രം എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാർലി എന്ന സിനിമ ചിത്രീകരിച്ച സ്ഥലമാണ്. കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ എസ്റ്റേറ്റിലെത്താം. കുട്ടിക്കാനം കുമളി റൂട്ടിൽ പഴയ പാമ്പനാറിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് വലത്തേക്ക് കയറി കൈലാസഗിരി റൂട്ട് പിടിച്ച് ഒരു 5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് ചാർലി വ്യൂ പോയിന്റിലെത്താം. ഗൂഗിൾ മാപ്പിൽ ചാർലി പോയിന്റ് എന്നും ചാർലി ഫിലിം ലൊക്കേഷനും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് നോക്കി വന്നാൽ ചിലപ്പം കുറച്ചധികം ചുറ്റേണ്ടി വന്നേക്കാം. അതുകൊണ്ട് മാപ്പും പിന്നെ വഴിയിൽ കാണുന്ന ആളുകളോടും ചോദിച്ചിങ്ങെത്തിയാൽ ഒരുപാട് കഷ്ടപ്പെടാതെ ഇങ്ങെത്താം. അങ്ങനെ നമ്മൾ ലാഡ്രം എസ്റ്റേറ്റിന് മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് എസ്റ്റേറ്റിനകത്തേക്കുള്ള വഴി. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. വണ്ടി ഇവിടെ വെച്ചിട്ട് ഒരു 200 മീറ്ററോളം അകത്തേക്ക് നടന്നു വേണം നമ്മുടെ ലൊക്കേഷനിലെത്താൻ. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നല്ല തെളിഞ്ഞ നീല ആകാശവും താഴെ നല്ല പച്ച പരവതാനി വിരിച്ച തീരത്തോട്ടവും. എന്താ വ്യൂ അല്ലേ? പിന്നെ നിങ്ങൾ ഈ ഒരു സ്ഥലം കാണാൻ വരുമ്പോഴുണ്ടല്ലോ, ഒരുപാട് പ്രതീക്ഷയൊന്നും മനസ്സിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരരുത്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ റീലിൽ കണ്ട ആ ഒരു ആംബിയൻസ് ഒന്നും ഇവിടെ ഇല്ല എന്ന്. നിങ്ങൾ ഒരു തേയിലത്തോട്ടം കാണാൻ വരുന്ന ലാഘവത്തോടെ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടും. അങ്ങനെ ഈ കാണുന്ന വഴിയെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ എസ്റ്റേറ്റിൻ്റെ പ്രധാന ലൊക്കേഷനിലെത്താം. അങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കണ്ട ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ചാർലിക്കുളം. വേനലായതുകൊണ്ട് കുളം വറ്റിക്കിടക്കുകയാണെങ്കിലും ഭംഗിക്ക് കുറവൊന്നും വന്നിട്ടില്ല. ഈ മരങ്ങളുടെ 2 സൈഡിലും കാണുന്നതാണ് കുളം. മഴക്കാലത്ത് ഇത് നിറഞ്ഞു കിടക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ഈ മൺചട്ട മുഴുവൻ ആ സമയത്ത് ചെളിയും വെള്ളക്കെട്ടും ഒക്കെ ആയിരിക്കും എന്നുള്ളത് വേറൊരു സത്യം. നല്ല വെയിലുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഈ തേയിലത്തോട്ടത്തിലൂടെ ഇങ്ങനെ കുറച്ചു ദൂരം നടന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാനുണ്ടല്ലോ, ഒരു പ്രത്യേക സുഖമാണ്. അത്ര വലിയ സുഖമൊന്നുമില്ല വെയിലിന്, എന്നാൽ ഒരു പൊടിക്ക് തെള്ളിയതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഈ വേനൽക്കാലത്ത് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ എത്തുക, അല്ലെങ്കിൽ വൈകിട്ടെത്തുക. അല്ലെങ്കിൽ എന്നെപ്പോലെ ഈ വെയിൽ മൊത്തം ഇവിടെ നിന്ന് കൊള്ളേണ്ടി വരും. ഞാനോ കൊണ്ടു. നിങ്ങൾ സമയമൊക്കെ നോക്കി എത്തുക. ഈ കാണുന്ന മരങ്ങളാണ് ഈ ലൊക്കേഷൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ചുറ്റും തേയിലത്തോട്ടങ്ങളും മലകളും. ഇതിൻ്റെ എല്ലാം അടുത്ത് ഈ എസ്റ്റേറ്റിൽ തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളും ഉണ്ട്. ആ സ്കൂളാണ് ചിത്രത്തിൽ ഓൾഡ് ഏജ് ഹോമായിട്ട് കാണിച്ചിരിക്കുന്നത്. തെപ്പക്കുളം എന്നായിരുന്നു ഈ കുളത്തിനെ വിളിച്ചിരുന്നത്. ഇപ്പം ചാർലിക്കുളം എന്നും ആളുകൾ ഇതിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തതാണ്. ഈ കാണുന്ന മരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ഒരു പാട്ട് സീനിൽ എല്ലാവരും കൂടി ന്യൂ ഇയറിൻ്റെ കേക്ക് മുറിക്കുന്ന സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ടെസ ചാർലിയെ അന്വേഷിച്ച് ഇവിടെ എത്തുന്നതിൻ്റെ ആദ്യത്തെ സീനൊക്കെ ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലസൻറ്റ് ആംബിയൻസ് ആണ് ഇവിടെ. ഒരുപക്ഷെ ഈ സമയത്ത് അധികം ക്രൗഡഡ് അല്ലാത്തത് കൊണ്ടായിരിക്കാം അത്. നല്ല തിരക്കൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഫോട്ടോഷൂട്ടുകളുടെയൊക്കെ ബഹളമായിരിക്കും ഇവിടെ. ഇതുപോലെ സമാധാനത്തോടെ സുഖമായി വന്നിരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. കുറച്ച് ശാന്തമായും സമാധാനത്തോടെയൊക്കെ വന്നിരിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നട്ടുച്ചയ്ക്ക് ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇടം പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചുറ്റും പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടം, ഇടയ്ക്കിടയ്ക്ക് വീശിയടിക്കുന്ന കാറ്റ്, നല്ല തണലുള്ള മരത്തിൻ്റെ ചുവട്. 90കളിൽ ഏതെങ്കിലും ഒരു നല്ല പാട്ടും കൂടി പ്ലേ ചെയ്ത് ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ, ആഹാ സ്വർഗം. ഓരോ സീസണിലും ഈ പ്രദേശത്തിന് ഓരോ ഭംഗിയാണ്. കാഴ്ചക്കാരന് അത് കാണാനും ആസ്വദിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. മഴക്കാലത്തൊരു രൂപം, കോട ഇറങ്ങുമ്പോൾ മറ്റൊരു രൂപം, വേനലിൽ ഈ കാണുന്ന രൂപം, ഈ മരങ്ങളെല്ലാം പൂത്തുലയുമ്പോൾ വേറൊരു രൂപം. അങ്ങനെ മേക്കപ്പുകളും മാറ്റിയിട്ട് വേഷപ്പകർച്ചകൾ ചെയ്ത് സന്ദർശകരെ വിസ്മയിപ്പിക്കുകയാണ് ഈ കൊച്ചു സുന്ദരമായ സ്ഥലം. അങ്ങനെ ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം പതുക്കെ ഇവിടെ നിന്നും മടങ്ങുകയാണ്, മനസ്സിൽ കോറിയിട്ട ഒരുപാട് നല്ല ഫ്രെയിമുകളുടെ സുഖമുള്ള ഓർമ്മകളുമായി. അങ്ങനെ നേരെ ഇവിടുന്ന് ഗ്ലെൻമേരി റോഡ് കയറി യാത്ര തുടരുകയാണ്. വെയിലിൻ്റെ കാഠിന്യം ഉണ്ടെങ്കിലും തേയിലത്തോട്ടത്തിന് നടുവിലൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ടുള്ള ഈ യാത്രയുണ്ടല്ലോ, അതൊരു വേറെ ഫീലാണ്. ബൈക്ക് റൈഡേഴ്സ് ഉണ്ടെങ്കിൽ മനസ്സിലാകും, ഞങ്ങൾ ഈ മഞ്ഞും മഴയും വെയിലും ഒന്നും അങ്ങനെ വകവെക്കാറില്ല.
പ്രൈഡ് മുക്യമ്പിക്കിലേ എന്ന ആറ്റിറ്റ്യൂഡാണ് ഞങ്ങൾക്ക്. അങ്ങനെ കുറേ ദൂരം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ട് കണ്ടു. കുറച്ച് നേരം ഇവിടെ നിർത്തി ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കാമെന്ന് കരുതി ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരട്ടെ. അപ്പോൾ അടുത്ത പുതിയ കാഴ്ചകളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.